ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. പുതിയ വീഡിയോസൊന്നും വരുന്നില്ലായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ ഇന്നിപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന്നിപ്പോൾ നിലവിൽ ട്രാവൽ റിലേറ്റഡോ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡോ ഉള്ള വീഡിയോസൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്. വിവോയുടെ പുതിയ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മളിന്നൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ViVO V19 എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ വിവോ ഇറക്കാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. ആ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക്. ഇതാണ് മോഡൽ. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് മോഡലാണ്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല മോഡലാണ്. ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ബോക്സിലല്ലോ കാര്യം ഇരിക്കുന്നത് അല്ലേ, ഫോണല്ലേ നമുക്ക് കാണേണ്ടത്. ബോക്സിൽ ഒന്നുമില്ല. ബോക്സിൽ ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്സെറ്റ്, അഡാപ്റ്റർ, കേബിള്, പിന്നെ അതിൻ്റെ ബുക്ക്ലെറ്റ്, സിം ഇജക്ടർ, അതൊക്കെയാണ് ബോക്സിൽ വരുന്നത്. ബോക്സ് അറിയാലോ, ഇപ്പം വിവോയുടെ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടൈപ്പാണ് ഒരു ബോക്സാണ് ഇപ്പോൾ വരുന്നത്, V19 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇതാണ് V19 എന്ന് പറഞ്ഞ മോഡൽ. അത്യാവശ്യം കൊള്ളാം, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ബാക്കൊക്കെയാണ് നല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു L ടൈപ്പ് ക്യാമറയാണ് ബാക്കിൽ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഡ്യുവൽ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ക്യാമറ വരുന്നുണ്ട് ഇതിൽ, ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത്. അപ്പോൾ അത് 32 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ 32 മെഗാ പിക്സലിൻ്റെ അപ്പേച്ചർ വാല്യൂ 2.8 ആണ്. 8 മെഗാ പിക്സലിൻ്റെ അപ്പേച്ചർ വാല്യൂ 2.28 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് സൂപ്പർ നൈറ്റ് സെൽഫി എടുക്കാൻ പറ്റും, ഔറ സ്ക്രീൻ ലൈറ്റ് ഉണ്ട്, പിന്നെ സൂപ്പർ വൈഡ് ആംഗിൾ സെൽഫി യൂസ് ചെയ്യാൻ പറ്റും, പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ പറ്റും. അതെല്ലാം ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 8 MB ക്യാമറ ഇതിൽ യൂസ് ചെയ്യുന്നത് അത് സൂപ്പർ വൈഡ് ആംഗിൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ബാക്കിലെ ക്യാമറയോട്ട് വരുമ്പോഴത്തേക്ക് L ഷേപ്പാണ് ഇതിൻ്റെ ക്യാമറ കൊടുത്തിരിക്കുന്നത്. അത് 4 ക്യാമറ വരുന്നുണ്ട്, ഒരു LED ഫ്ലാഷും വരുന്നുണ്ട് അതിൽ. അതിൽ മെയിൻ ക്യാമറ വരുമ്പോഴത്തേക്ക് 48 MB മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ അപ്പേച്ചർ വാല്യൂ എന്ന് പറയാനായിട്ട് 1.79 ആണ് അപ്പേച്ചർ വാല്യൂ വരുന്നത്. 8 MB സൂപ്പർ അൾട്രാ വൈഡ് ആംഗിളാണ് വരുന്നത്. 8 MB അൾട്രാ വൈഡ് ആംഗിളാണ് ഇതിൽ വരുന്നത്. അതിന് 2.2 ആണ് അതിൻ്റെ അപ്പേച്ചർ വാല്യൂ വരുമ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ 2 MB സൂപ്പർ മാക്രോ മോഡ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഈ ക്യാമറയിൽ. സൂപ്പർ മാക്രോ മോഡ് 2 MB, അതിൽ 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 2 MB ബൊക്കെ മോഡ് യൂസ് ചെയ്യാനായിട്ട് ക്യാമറ വരുന്നുണ്ട്. അതാണ് 4 ക്യാമറയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതിൽ ഈ ബൊക്കെ മോഡ് യൂസ് ചെയ്യാനായിട്ട് 2 MB ക്യാമറയ്ക്ക് 2.4 അപ്പേച്ചർ വാല്യൂ ആണ് അതിൽ വരുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിലാണെങ്കിലും സൂപ്പർ നൈറ്റ് മോഡുണ്ട്, അൾട്രാ വൈഡ് ആംഗിൾ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അൾട്രാ സ്റ്റേബിൾ വീഡിയോ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ട് പോർട്രേറ്റ് വീഡിയോ
എടുക്കാൻ പറ്റും. സൂപ്പർ മാക്രോ മോഡ് ആൻഡ് ബൊക്കെ മോഡ്, ഇതാണ് ഇതിൽ ബാക്ക് ക്യാമറയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡ്യുവൽ ഐ വ്യൂ ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഡ്യുവൽ ഐ വ്യൂ ഡിസ്പ്ലേ എന്നാണ് ഇതിൽ പറയുന്നത്. അത് 6.44 ഫുൾ HD പ്ലസ് LIV E3 സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2400x1080 പിക്സലാണ് വരുന്നത്. അതിൻ്റെ അക്സെപ്റ്റ് റേഷ്യോ വരുമ്പോഴത്തേക്കും 20:9 അതാണ് അക്സെപ്റ്റ് റേഷ്യോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ PPI വരുമ്പോഴത്തേക്കും 409 ആണ് ഇതിൻ്റെ PPI വരുന്നത്. പിന്നെ സ്കോട്ടെക്സ് എക്സിനോഷൻ UP ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇതിൻ്റെ പ്രോസസ്സർ വരുമ്പോഴത്തേക്കും കോൾകോം സ്നാപ്ഡ്രാഗൺ 712 ഒക്ടാകോർ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. 2.3 അപ് ടു 2.3 GHz വരെ 10 നാനോമീറ്റർ ചിപ്സെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്കിതിൻ്റെ റാമും റോമും പരിചയപ്പെടാം. ഇതിൻ്റെ റാം വരുമ്പോഴത്തേക്കും 8GB റാമാണ് വരുന്നത്. LPDDR4X ആണ് വരുന്നത്. അതുപോലെ തന്നെ 128GB ആൻഡ് 256GB രണ്ട് വേരിയൻ്റാണ് വരുന്നത്. 128GB ആൻഡ് 256GB എക്സ്പാൻഡബിൾ അപ്പോൾ 256 വരെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡെഡിക്കേറ്റഡ് ഒരു മൈക്രോ SD സ്ലോട്ടും ഇതിലുണ്ട്. അടുത്തത് വരുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. 33 വാട്ട് വിവോയുടെ ഫ്ലാഷ് ചാർജ് 2.0 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ Type C ആണ് ഇതിൻ്റെ ചാർജർ പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇൻ ഡിസ്പ്ലേ ആണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. ഇതിൻ്റെ അൺലോക്ക് നമുക്കൊന്ന് നോക്കാമെന്ന്. നല്ല ഫാസ്റ്റാണ്. നല്ല ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുമ്പോഴത്തേക്കും ഫണ്ടച്ച് OS 10 ബേസ്ഡ് Android 10 ആണ് ഇതിൽ വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.0 ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 186.5 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ വേറെ ഈ മോഡൽ ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് വിവോ ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി ഫോർ 180 ഡേയ്സ്. അതുപോലെ തന്നെ 1 ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഓഫർ വിത്തിൻ 180 ഡേയ്സ്. അതുപോലെ തന്നെ 1 ടൈം ബാക്ക് ബോഡി റീപ്ലേസ്മെൻറ്റ് ഫോർ വിത്തിൻ 180 ഡേയ്സ്. അപ്പം അതൊരു ഓഫറാണ് ചെയ്തിരിക്കുന്നത്. അത് 25-ാം തീയതിക്ക് മുമ്പ് ആക്ടിവേഷൻ ആവണം, സിം ഇട്ട് ആക്ടിവേഷൻ ആവണം, എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഓഫർ കിട്ടത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി പ്രീ ബുക്ക് ചെയ്യുക. നല്ല മോഡലാണ്, അത്യാവശ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു നല്ലൊരു മോഡലാണത്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം വിവോയുടെ ഈ ഒരു പുതിയ മോഡൽ ഞാൻ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താണേലും ഇനിയും പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണേലും ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പെട്ടെന്ന് ഞാനിനി പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും.